യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു ഒക്ടോബർ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അതായത് ജപമാല മാസത്തിലേക്ക്. ജപമാലയിലൂടെ നേടിയെടുക്കുന്ന ഭൗതികവും ആത്മീയവുമായ നന്മകളെക്കുറിച്ച് നമ്മേക്കാൾ കൂടുതൽ അറിവുള്ള ഒരാളുണ്ട്. ആരാണെന്നോ? സാത്താൻ. അതുകൊണ്ട് ഈ മാസത്തെ സാത്താൻ പ്രത്യേക ഭയത്തോടെയാണ് നോക്കിയിരിക്കുന്നത്. നാം ഓരോ തവണയും ജപമാല കയ്യിലെടുക്കുമ്പോൾ സാത്താന് അത് വേദന ജനിപ്പിക്കുന്നുണ്ട്. ഒരു ഭൂതോച്ചാടന വേളയിൽ സാത്താൻ തന്നെ സംസാരിച്ചതാണ് ഇക്കാര്യം. സാത്താന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എല്ലാവരും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത എന്നാൽ വളരെ ലളിതമായ പ്രാർത്ഥനയാണ് ജപമാല. ആരൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലുന്നുവോ അതവരെ ക്രിസ്തുവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നു. ആരെങ്കിലും ജപമാല കയ്യിലെടുക്കുന്ന ശബ്ദം തന്നെ എനിക്ക് സഹിക്കാനാവാത്ത വേദന ഉളവാക്കുന്നു. എനിക്കത് കേട്ടു നിൽക്കാനാവില്ല. മാത്രമല്ല, ആരെങ്കിലും ജപമാല കയ്യിൽ വെക്കുന്നത് പോലും അയാൾ ചൊല്ലിയില്ലെങ്കിൽ പോലും എന്നെ കോപാകുലനാക്കുന്നു. എനിക്കതും സഹിക്കാനാവില്ല. മറിയത്തിന് ഈ പ്രാർത്ഥന വളരെ ഇഷ്ടമാണ്. സാത്താന്റെ വേദന വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇനി മുതൽ കൂടുതലായി ജപമാല ചൊല്ലിയാലോ? ഒക്ടോബർ മാസത്തിൽ ജപമാല കൂടുതൽ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം മറിയമുള്ളിടത്ത് പിശാചില്ല. പിശാചിനവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. യഥാർത്ഥ മരിയ ഭക്തിയിൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നതാണിക്കാര്യം. പിശാചിന്റെ കെണികളിലും ചതികളിലും നിന്ന് മറിയം നമ്മെ കാത്തുരക്ഷിക്കുന്നു. നാം മറിയത്തിൻ്റെ യഥാർത്ഥ ഭക്തരായിരിക്കുകയും പലപ്പോഴും അവളെപ്പറ്റി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവ ചൈതന്യമാണ് നമ്മെ നയിക്കുന്നതെന്ന് വിശുദ്ധൻ പറയുന്നു. ശ്വാസോച്ഛ്വാസം നാം ജീവിച്ചിരിക്കുന്നുവെന്നതിൻ്റെ തെളിവാണല്ലോ. അതുപോലെ തന്നെയാണ് മറിയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയും. അമ്മയോടുള്ള നമ്മുടെ സ്നേഹപൂർവകമായ പ്രാർത്ഥനയും ആത്മാവ് പാപത്തിൽ മരിച്ചിട്ടില്ല എന്നതിൻ്റെ സംശയരഹിതമായ അടയാളമാണ്. അതുകൊണ്ട് മറിയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനമുണ്ടോ, ചിന്തയുണ്ടോ, പ്രാർത്ഥനയുണ്ടോ? ഉറപ്പായും നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ജീവിതത്തിൽ പിശാച് കടന്നു വരില്ലെന്ന്. പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാലയെന്ന് നമുക്കറിയാം. അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപാവരം സംരക്ഷണമായി എപ്പോഴും ഉണ്ടാകുവാനുള്ള ഉത്തമ ഉപാധിയാണ് ജപമാല. നാം ആയിരിക്കുന്ന ദുഃഖങ്ങൾക്കും ഉത്കണ്ഠകൾക്കും അപ്പുറത്ത് ദൈവിക സംരക്ഷണ വലയത്തിനുള്ളിൽ നമ്മെ കൊണ്ടു ചെല്ലുവാൻ ജപമാല പ്രാർത്ഥനയ്ക്ക് കഴിയും. ജപമാല പ്രാർത്ഥനയിൽ നാം അമ്മയോട് ചേർന്ന് നിന്ന് തമ്പുരാനെ സ്തുതിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവത്തിരുമുൻപാകെ സമർപ്പണം ചെയ്ത കന്യകാമറിയം ആ സമർപ്പണത്തിലൂടെ ദൈവത്തെ പൂർണ്ണമായി തൻ്റെ ജീവിതത്തിലും തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിലുമാക്കി തീർത്തു. ആ അമ്മയെ ആവർത്തിച്ചാവർത്തിച്ച് ജപമാലയിലൂടെ നാം ആദരിക്കുന്നു. അമ്മയോടൊപ്പം ജപമാലയിലൂടെ ഇടവിടാതെ ഈശോയെ സ്തുതിച്ചു വണങ്ങുന്നു. ഇപ്രകാരമുള്ള ജപമാല പ്രാർത്ഥന നിറവേറ്റുമ്പോൾ നല്ല ഇടയനായ ഈശോ ലില്ലികൾക്കിടയിൽ മേയുവാൻ അവസരമൊരുക്കുന്ന ആട്ടിടയനെ പോലെ നമ്മെ സമൃദ്ധിയിൽ പരിപാലിക്കും. പരിശുദ്ധ അമ്മയുടെ പുണ്യനിക്ഷേപത്തിലൂടെ നമ്മുടെ ജീവിതങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും. ജപമാല വചനം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ദൈവദൂതൻ മറിയത്തെ വിശേഷിപ്പിക്കുന്ന വചനഭാഗമാണ് ജപമാല പ്രാർത്ഥനയുടെ അടിസ്ഥാനം. കൊന്ത നമസ്കാരം വഴി മരിയ ഭക്തിയുടെ ഒരു പുതിയ വസന്തകാലം വന്നെത്തിയെന്ന് അടുത്ത കാലത്ത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. യേശുവിനോടും മാതാവിനോടും യുവതലമുറയ്ക്കുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സൂചനകളിലൊന്നായി കൊന്തഭക്തിയുടെ പുതിയ ഉണർവിനെ കണ്ട അദ്ദേഹം ക്രിസ്തീയ സങ്കല്പമനുസരിച്ചുള്ള മനുഷ്യ രക്ഷാചരിത്രത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളെയും കുറിച്ചുള്ള ധ്യാനമെന്ന് കൊന്തയെ വിശേഷിപ്പിക്കുകയും ചെയ്തു. കത്തോലിക്ക സഭയിലെ കൊന്ത യേശുവിൽ ശ്രദ്ധയൂന്നി ജീവിച്ച മാതാവിൻ്റെ ജീവിതത്തിലുള്ള പങ്കുചേരലാണെന്ന് ദൈവശാസ്ത്രജ്ഞൻ റൊമാനോ ഗാർഡിനി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. യേശുവിലേക്കുള്ള വഴി മാതാവിലൂടെയാണെന്നും മരിയ ശാസ്ത്രം
ക്രിസ്തുശാസ്ത്രം തന്നെയാണെന്നുമുള്ള റോമൻ കത്തോലിക്ക മരിയ ശാസ്ത്രത്തിൻ്റെ നിലപാടാണ് ഈ അഭിപ്രായത്തിൽ പ്രകടമാകുന്നത്. ജപമാലയുടെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ ജപമാല ഒരിക്കലും നമുക്ക് വിരസത ഉളവാക്കില്ല. സന്ധ്യാനമസ്കാരത്തിലെ ജപമാല ഒരു കടത്ത് കഴിക്കൽ പ്രാർത്ഥനയായി ഒരിക്കലും മാറരുത്. മറിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ സമയം കണ്ടെത്തി പലവട്ടം ചൊല്ലുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയായി ജപമാല പ്രാർത്ഥന മാറട്ടെ.